Dear students, Plus 1 Computer Science Chapter 7 Control Statements Part 2. In the previous class, we discussed about the control statement, selection or conditional or decision making statement. And the statements are like if else, if ladder, switch case. These are the selection statements or conditional statements. Today we are discussing about the another control statement, iteration statements. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിരുന്ന ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ അത് എന്താണോ ട്രൂ ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക, ഫോൾസ് ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെയുള്ളതായിരുന്നു നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിരുന്നത്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ട്രൂ ആകുമ്പോഴൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അതേ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ വി ഹാവ് ടു എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് more than once, then iteration statements are used. These are also known as looping statements. Since loop work on the basis of such condition, a variable like the counter will be used to construct a loop. അതായത് നമുക്കൊരു കണ്ടീഷൻ തന്നിട്ട് ആ കണ്ടീഷൻ പല കേസുകൾക്കും ഒന്നിലധികം കണ്ടീഷനും ട്രൂ ആയിരിക്കും. അപ്പോൾ അതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് the variable generally known as loop control variable because it actually controls the execution of the loop. നമുക്കൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് 4 പാർട്സാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ഇനീഷ്യലൈസേഷൻ. നമ്മൾ പറഞ്ഞു റിപ്പീറ്റഡ് ആകുമ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അത് n വാല്യൂ വരെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യും. ആ n വാല്യൂ എത്രയാണോ അപ്പോൾ അതിന് നമുക്ക് എന്ത് വരും, n എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിമിറ്റ് വാല്യൂ, അതിനൊരു ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ലിമിറ്റ് വാല്യൂ ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു വേരിയബിളിലേക്ക് അതിൻ്റെ ഫസ്റ്റ് വാല്യൂ കൊടുക്കുന്നതിനാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഗെറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് വാല്യൂ. ദ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി വൺസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ലൂപ്പ്. ഇനീഷ്യൽ വാല്യൂ അതിന് നമ്മൾ ആദ്യം കൊടുക്കുന്ന വാല്യൂ ആണ് ഇനീഷ്യൽ വാല്യൂ. അത് ഒരിക്കൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. ഒരു ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് ഇനീഷ്യലൈസേഷൻ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വാല്യൂ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സാധാരണയായിട്ട് ആ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയാണ് നമ്മൾ ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ആ ഫസ്റ്റ് വാല്യൂ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറ്. ആൻഡ് ദി നെക്സ്റ്റ് പാർട്ട് ഈസ് ടെസ്റ്റ് എക്സ്പ്രഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ പഠിച്ചത് തന്നെയാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നുള്ളത്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നുള്ളതൊരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കും. അതായത് ഐദർ ട്രൂ ഓർ ഫാൾസ് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഈ കണ്ടീഷനാണ് അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ആ എക്സ്പ്രഷനാണ് ഡിസൈഡ് ചെയ്യുന്നത് ആ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണ്ട. ആ കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്തൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ദാറ്റ് ഈസ് test expression is a relational or logical expression whose value is either true or false, and it decides whether the loop body will be executed or not. If the test expression evaluates to true, the loop body get executed, otherwise it will not be executed. And the next part is update സ്റ്റേറ്റ്മെൻറ്റ്. അപ്ഡേറ്റ് ആ വാല്യൂവിൽ നിന്ന് നമുക്കറിയാം എന്തോ ഒരു ആ കൊടുക്കുന്ന ഒരു ഇനീഷ്യൽ വാല്യൂവിൽ നിന്ന് ഒരു ചേഞ്ച് സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, അപ്ഡേഷൻ. നമ്മളെല്ലാവരും ഒരു ചേഞ്ചാണ് അപ്ഡേറ്റ് എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ. സോ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ദാറ്റ് it modifies the loop control variable by changing its value. The update statement is executed before the next iteration. നമുക്ക് ഒരു വേരിയബിൾ കൊടുക്കുമ്പോൾ അതിനൊരു ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവും. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രൂ ആണെങ്കിൽ എന്താണോ ലൂപ്പ് ബോഡി ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും, ആ ഇനീഷ്യൽ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ദെൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ദെൻ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴായിരിക്കും ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, ആ ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ
ഫോൾസ് ആവുന്നത് അപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്ഡേറ്റ് എക്സ്പ്രഷൻ, അപ്പം അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് ആ ഒരു ചേഞ്ച്, ആ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാല്യൂവിന് വരുന്ന ചേഞ്ചിനെയാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫോർത്ത് പാർട്ട് നോക്കുകയാണ്, ബോഡി ഓഫ് ദി ലൂപ്പ്. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ദി ബോഡി ഓഫ് ദി ലൂപ്പ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തോ ആ കണ്ടീഷൻ കൊണ്ട് നമ്മൾ എന്ത് പ്രോസസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ആ പ്രോസസ്സ് അതിൽ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു അതായത് കണ്ടീഷൻ ട്രൂ ആകുമ്പോഴൊക്കെ ആ എക്സിക്യൂഷൻ നടന്നുകൊണ്ടേ ഇരിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക? ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് 4 പാർട്ടാണുള്ളത്. ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നതിനായിട്ട് ഇനീഷ്യലൈസേഷൻ പാർട്ട്, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനായിട്ട് ടെസ്റ്റ് എക്സ്പ്രഷനും, ദെൻ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എന്താണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ എക്സിക്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബോഡി ഓഫ് ദി ലൂപ്പ് എന്നാണ് പറയുക. അങ്ങനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിന് 4 പാർട്സാണ് ഉള്ളത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വൈൽ സ്റ്റേറ്റ്മെൻറ്റിന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കും, ഇറ്റ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, ദാറ്റ് മീൻസ് നമ്മൾ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻട്രി കൺട്രോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഇവിടെ ലൂപ്പ് ആയതുകൊണ്ട് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. സോ വൈൽ ലൂപ്പ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ബിക്കോസ് ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ഫസ്റ്റ് ആൻഡ് if it is found true, the body of the loop will be executed. Otherwise it is not be executed. Exit from the loop, that is the body will be executed as long as the കണ്ടീഷൻ ഈസ് ട്രൂ. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നുള്ളത് എന്താണ്? ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുക. വൈൽ സ്റ്റേറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ വൈൽ ലൂപ്പിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ആ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണോ ബോഡി ഓഫ് ദി ലൂപ്പ് അത് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യും. വൈൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഫോൾസ് ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു ചാൻസ് കൂടി ഉണ്ട്, വൈൽ സ്റ്റേറ്റ്മെൻറ്റിൽ വൈൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് ഒരിക്കൽ പോലും എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, ഒരു ഇനീഷ്യൽ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. ഇനീഷ്യലൈസേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ സെമിക്കോളൻ, അതിന് താഴെ വൈൽ പാരാന്തസിസ് ഓപ്പൺ ടെസ്റ്റ് എക്സ്പ്രഷൻ. നമ്മൾ എന്താണോ കൊടുക്കുന്ന കണ്ടീഷൻ ആ കണ്ടീഷൻ വൈൽ കഴിഞ്ഞ ഉടനെ പാരാന്തസിസിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കും. ദെൻ കേളി ബ്രേസ് ഓപ്പൺ ബോഡി ഓഫ് ദി ലൂപ്പ്, എന്താണോ നമ്മൾ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കണ്ടീഷൻ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതുക. ദെൻ അതിന് താഴെയായിട്ട് ആ ഇനീഷ്യൽ വാല്യൂ കൊടുത്തതിന് ഒരു അപ്ഡേഷൻ നടത്തുക, അതാണ് അപ്ഡേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ്. ഇനി നമുക്കതിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം ഇനീഷ്യൽ വാല്യൂ കൊടുത്തു, നമ്മൾ അത് റെക്റ്റാങ്കിൾ കൊടുത്തു. ദെൻ കണ്ടീഷൻ കൊടുക്കുകയാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പും അപ്ഡേറ്റും. ദെൻ എഗെയിൻ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ ചേഞ്ച് ആയി ആ കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യാണ്. ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്യും. എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് ദെൻ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവും. ഇതാണ് ഒരു വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫ്ലോ ഡയഗ്രാം. ആൻഡ് ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഇൻറ്റ് k = 1, കെയുടെ ഇനീഷ്യൽ വാല്യൂ 1 ആക്കി കൊടുത്തു. ദെൻ അവിടെ ചെക്ക് ചെയ്യണം വൈൽ k < 3. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? 1 < 3 ആണോ? യെസ്, ട്രൂ ആയതുകൊണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വരികയാണ്. Cout k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ kയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. കെയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 1 എന്നുള്ളത് അവിടെ പ്രിൻറ്റ് ചെയ്ത് കഴിയും. ദെൻ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് /t വിത്തിൻ സിംഗിൾ കോട്ട്സ്. അത് അവിടെ ഒരു ടാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ 1 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് അവിടെ വന്നു. ദെൻ അടുത്തതിന് താഴെയായിട്ട് ആ കെയുടെ വാല്യൂ അവിടെ ചേഞ്ച് ചെയ്യുകയാണ്. എന്താ ചേഞ്ച് വന്നത്?
പ്ലസ് കെ. അപ്പോൾ കെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റഡ് ബൈ 1. കെയുടെ ഇനീഷ്യൽ വാല്യൂ 1 ആയിരുന്നു. ഇപ്പോൾ 1 ആയിരുന്ന വാല്യൂ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ദെൻ വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. കെയുടെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. 2 ≤ 3 ആണോ എന്ന് ചെക്ക് ചെയ്തു. യെസ്, ഇറ്റ് ഈസ് ട്രൂ. സോ വീണ്ടും ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നു. സി ഔട്ട് കെയുടെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. ഓൾറെഡി നമ്മളവിടെ 1 പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കഴിഞ്ഞ് സ്പേസ് ഇട്ടതിന് ശേഷം 2 പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കെയുടെ വാല്യൂ 3 ആയി. 3 ≤ 3 ആണോ എന്ന് ചെക്ക് ചെയ്തു. ട്രൂ ആയതുകൊണ്ട് വീണ്ടും കേളി ബ്രേസിൻ്റെ ഉള്ളിലേക്ക് വന്നു. അതായത് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വന്ന് കെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ 1 സ്പേസ് 2 സ്പേസ് 3 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്ത് വന്നു. അഗെയിൻ കെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആയി. ദെൻ 4 ≤ 3 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇറ്റ് ഈസ് ഫോൾസ്. അപ്പോൾ എന്തായി? നമുക്ക് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? 1 സ്പേസ് 2 സ്പേസ് 3 ഇതായിരിക്കും ഔട്ട്പുട്ട് വരിക. ഇതാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചത്. അപ്പോൾ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ബിക്കോസ് ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ഫസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ട്രൂ ദ ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്, അതർവൈസ് എക്സിറ്റ് ഫ്രം ദി ലൂപ്പ്. ആൻഡ് ദി സിൻടാക്സ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡാറ്റ ഫ്ലോയും പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു. ആൻഡ് ദി നെക്സ്റ്റ് iteration statement or loop statement is for statement, and the for statement is also an entry controlled loop. അതായത് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓൾ ദി 3 ലൂപ്സ് elements initialization, test expression and update expression are പ്ലേസ്ഡ് ടുഗെദർ ഇൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ വൈൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ പാർട്ടും ഓരോ ലൂപ്പിൻ്റെ പാർട്സും സെപ്പറേറ്റഡ് ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഫോർ ലൂപ്പിൽ ഇനീഷ്യലൈസേഷൻ ആൻഡ് ടെസ്റ്റ് ആൻഡ് അപ്ഡേറ്റ് എക്സ്പ്രഷനൊക്കെ ഒന്നിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലേ അറിയാം. ഫോർ പാരാന്തസിസ് ഓപ്പൺ ഇനീഷ്യലൈസേഷൻ സെമി-കോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമി-കോളൻ അപ്ഡേറ്റ് എക്സ്പ്രഷൻ പാരാന്തസിസ് ക്ലോസ് ചെയ്യുക, കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ബോഡി ഓഫ് ദി ലൂപ്പ്, ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് സെമി-കോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് സെമി-കോളൻ ഉണ്ട്. അതൊക്കെ ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതിൻ്റെ ഒരു സിൻടാക്സ്, ഒരു ജനറൽ ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാമർ എന്നുള്ളതൊക്കെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കമ്പൽസറി പഠിച്ചിരിക്കണം. ആൻഡ് ദ 3 steps ടെസ്റ്റ്, ബോഡി, അപ്ഡേറ്റ് ആർ ദി കണ്ടിന്യൂഡ് അണ്ടിൽ ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ഫോൾസ്. നമ്മൾ പറഞ്ഞു ഇതിൽ ആദ്യം ഇനീഷ്യൽ വാല്യൂ ടെസ്റ്റ് എക്സ്പ്രഷനിൽ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വരും. ദെൻ വീണ്ടും ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്. പിന്നെ ഈ ഒരു 3 തമ്മിലായിരിക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എപ്പോഴാണോ ഈ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അതിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാം നമുക്ക് നോക്കാം. ഇവിടെയാണ് ഫോർ ലൂപ്പ് വരുന്നത്. അതിൽ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റും അപ്ഡേറ്റും നമ്മൾ ചെയ്യുകയാണ്. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് ചെയ്യും. ദെൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഈ പ്രോസസ്സ്, എക്സിക്യൂഷൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആൻ എക്സാമ്പിൾ, for n = 1 semicolon n <= 10 semicolon plus n cout n ഓപ്പറേറ്റഡ് ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ ആദ്യം എന്നിൻ്റെ വാല്യൂ 1 ആണ്. 1 <= 10 ആണോ എന്ന് ചെക്ക് ചെയ്തു. ട്രൂ ആയതുകൊണ്ട് തന്നെ താഴേക്ക് നമ്മൾ വന്ന് cout n, എന്നിൻ്റെ വാല്യൂ എന്താണോ അതവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ 1 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് കോട്ട്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിൻ്റെ ഒരു സ്പേസ് അവിടെ ഇട്ടിരിക്കുകയാണ്. ദെൻ വീണ്ടും എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 2 ആയി. 2 <= 10 ആണെന്ന് ചെക്ക് ചെയ്തു. ട്രൂ ആയതുകൊണ്ട് 2 പ്രിൻറ്റ് ചെയ്തു വന്നു. അങ്ങനെ 1 2 3 അപ് ടു 9 വരെ 10 വരെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. 10 വരെ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 11 ആയി. 11 <= 10 ആണെന്ന് നോക്കിയപ്പോൾ അവിടെ ഫോൾസ് ആയി. ദെൻ എന്താവും? നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 2 3 4 5 6 7 8 9 10 വരെ നമുക്ക് ഒരേ ലൈനിൽ സ്പേസ് ഇട്ടിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ 2 ലൂപ്പ് പഠിച്ചു കഴിഞ്ഞു. വൈൽ ലൂപ്പ് ആൻഡ് ഫോർ ലൂപ്പ് രണ്ടും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതിൽ നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ആദ്യമേ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യില്ല. അപ്പോൾ വൈൽ ലൂപ്പിലും ഫോർ ലൂപ്പിലും ചിലപ്പോൾ ചില ടൈമിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരിക്കൽ പോലും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് വരും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ്
നമ്മൾ പല സിറ്റുവേഷനിലും ഫോർ ലൂപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അവിടെ ആദ്യം ഒരു സെഗ്മെൻറ്റ് 1 പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫോർ n = 1, n < 5, n++ സി ഔട്ട് n. ഇവിടെ ആദ്യം തന്നെ നമ്മളിവിടെ സെമി കോളൻ നമ്മൾ പറഞ്ഞു. ഇതിലൊരു മിസ്റ്റേക്ക് വന്നത് എന്താ, ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെമി കോളൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ സിൻടാക്സ് പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് സെമി കോളൻ വരാൻ പാടുണ്ടോ, ഇല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ, റോങ് ആണ്. ദാറ്റ് ഈസ് എ സെമി കോളൻ അപ്പിയേഴ്സ് ആഫ്റ്റർ ദി പാരാന്തസിസ് ഓഫ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് മീൻസ് loop has no body but its process will completed as usual. Since there is no loop body, updates takes place and the process continue till the condition is evaluated to true. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് സി ഔട്ട് എന്നുള്ളതിലേക്ക് വരില്ല. ഇതിങ്ങനെ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, നമുക്കൊരു കറക്റ്റ് ഔട്ട്പുട്ട് വരില്ല. ഇനി വേറൊരു ടൈപ്പിൽ വരുന്നത് ഫോർ n = 1, n < 5 സി ഔട്ട് n. ഇവിടെ എന്താ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഫ് ദി അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഈസ് നോട്ട് പ്രസൻറ്റ്, നോ എക്സിക്യൂഷൻ, ദ ലൂപ്പ് വിൽ നെവർ ബി ടെർമിനേറ്റഡ്. ദിസ് ഈസ് ആൻ ഇൻഫിനിറ്റ് ലൂപ്പ്. ഇതിങ്ങനെ എത്രത്തോളം എന്ന് നമുക്കൊരു ലിമിറ്റ് അവിടെ ഒരു അപ്ഡേറ്റ് എക്സ്പ്രഷൻ വരാത്ത കാരണം കൊണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ് ലൂപ്പ്. ആൻഡ് ദി തേർഡ് സെഗ്മെൻറ്റ് ഫോർ പാരാന്തസിസ് ഓപ്പൺ സെമിക്കോളൻ n < 5 സെമിക്കോളൻ n++ സി ഔട്ട് n. ഇവിടെ നമുക്ക് ഇനീഷ്യൽ വാല്യൂ കൊടുത്തിട്ടില്ല. സോ അത് കാരണം നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ സിൻസ് ദെയർ ഈസ് നോ ഇനീഷ്യലൈസേഷൻ, ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് കോഡ് cannot be predicted. The loop will be terminated without executing the loop body. And the fourth segment for n = 1 സെമിക്കോളൻ n++ സി ഔട്ട് n. ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കാത്ത കാരണം കൊണ്ട് തന്നെ ഇതും എന്തായിട്ട് മാറും, ഒരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. ആൻഡ് ഇനി തേർഡ് ടൈപ്പ് ഓഫ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ആദ്യം നമ്മൾ വൈൽ ലൂപ്പ് പഠിച്ചു, ദെൻ ഫോർ ലൂപ്പ്, ദെൻ തേർഡ് വൺ ഈസ് ഡു വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പും ഫോർ ലൂപ്പും നമ്മൾ പറഞ്ഞിരുന്നു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. പക്ഷേ ഡു വൈൽ ലൂപ്പ് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തതിന് ശേഷമാണ് അറ്റ് ദി എൻഡാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു തവണയെങ്കിലും അവിടെ നമുക്ക് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെൻ വി വാണ്ട് ടു എക്സിക്യൂട്ട് ദ ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺ വിത്തൗട്ട് കൺസിഡറിങ് ദി റിസൾട്ട് ഓഫ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ട് കൺസിഡർ ചെയ്യാതെ തന്നെ ഒരു തവണയെങ്കിലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആൻഡ് ദി സിൻടാക്സ് ഈസ് initialization of the loop control variable semicolon, do curly brace open body of the loop, updation of the loop control variable curly brace close while test expression semicolon. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് വിഷ്വലി തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്തത്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തത്. സോ ഡു വൈൽ ലൂപ്പിനെ നമ്മൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുക. ഒരു തവണയെങ്കിലും എക്സിക്യൂഷൻ നടന്നിരിക്കും. ആൻഡ് ദി ഫ്ലോ ഡയഗ്രാം ഈസ് ലൈക്ക് ആദ്യം ഇനീഷ്യൽ ചെയ്തു, ദെൻ ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്യും. ആൻഡ് ആൻ എക്സാമ്പിൾ int k = 1 do cout k ++ k while k < = 3. ഇനീഷ്യൽ വാല്യൂ ഓഫ് k ഈസ് 1. ദെൻ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വരികയാണ്. cout കെയുടെ വാല്യൂ 1 ഡിസ്പ്ലേ ചെയ്തു. /t സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ടാബ് നമ്മളപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1 കഴിഞ്ഞ് ഒരു സ്പേസ് വന്ന് ++ k. സോ കെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയി. ദെൻ അതിന് ശേഷം മാത്രമേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. 2 < = 3 ആണെന്ന് ചെക്ക് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എഗെയിൻ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോയി കെയുടെ വാല്യൂ ആയ 2 പ്രിൻ്റ് ചെയ്തു. സ്പേസ് വന്നു, ++ k 3യും നമ്മൾ കെയുടെ വാല്യൂ 3 ആയി. 3 < = 3 ആണെന്ന് ചെക്ക് ചെയ്തു. ട്രൂ ആയതുകൊണ്ട് വീണ്ടും cout കെയുടെ വാല്യൂ 3യും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1 2 3 എന്നുള്ളത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ കെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു 4 ആയി. 4 < <= 3 ആണെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഫോൾസ് ആയതുകൊണ്ട് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. സോ ഔട്ട്പുട്ട് എന്ത് വരും, 1 സ്പേസ് 2 സ്പേസ് 3 ഇതായിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമ്മളിപ്പോൾ 3 ടൈപ്പ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫോർ ലൂപ്പ്,
വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിൽ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. സോ ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റ്സ് ഓൺലി ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദി ബോഡി ഓഫ് ദി ലൂപ്പ് ഇൻ ദി ഡു വൈൽ ലൂപ്പ്. So do while loop is an exit controlled loop. If the test expression evaluates to false, the loop will be terminated. Otherwise, the execution process will be continued. And a comparison study between for while and do while. For loop is an entry controlled for and while loop are entry controlled loops, but do while loop is an exit controlled loop. In for loop, initialization along with the loop definition, and in while loop, initialization is before the loop definition, and in the case of do while loop, it is also before the loop definition. In for loop, there is no guarantee to execute the loop body at least once because it is an entry controlled loop. It is and in the while loop there is also no guarantee to execute the loop body at least once, but in the case of do while loop will execute the loop body at least once even though the condition is false, but because of its property exit controlled loop. And the next type of looping statements are nesting of loop. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെസ്റ്റഡ് ഈഫ് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് പറയുക. സോ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്തായിരിക്കും ഇവിടെ പറയുക, ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഫോറിൻ്റെ ഉള്ളിൽ ഫോർ വരാം, അല്ലെങ്കിൽ ഫോറിൻ്റെ ഉള്ളിൽ വൈൽ, ഫോറിൻ്റെ ഉള്ളിൽ ഡു വൈൽ, അതുപോലെ നേരെ തിരിച്ചും വരാം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, nesting of loops എന്ന് പറയുക. ദാറ്റ് ഈസ് പ്ലേസിംഗ് എ ലൂപ്പ് ഇൻസൈഡ് ദ ബോഡി ഓഫ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റിംഗ് ഓഫ് എ ലൂപ്പ്. വെൻ വി nest two loops, the outer loop counts the number of completed repetition of the inner loop. After completing the execution of the inner loop, the control again goes back to the update expression of the outer loop. ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഔട്ടർ ലൂപ്പിലായിരിക്കും. ആ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഇന്നർ ലൂപ്പിലേക്ക് വരും. ദെൻ ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും ഇന്നർ ലൂപ്പിലെ അപ്ഡേഷൻ നടക്കും. ദെൻ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്നർ ലൂപ്പ് എപ്പോഴാണോ ഫോൾസ് ആകുന്നത് അപ്പോൾ മാത്രമേ ഔട്ടർ ലൂപ്പിൻ്റെ അപ്ഡേഷനിലേക്ക് നമ്മൾ എക്സിക്യൂഷൻ പോകുകയുള്ളൂ. And an example, for I equal to 1, I less than or equal to 2, I plus I, curly brace open. For j equal to 1, j less than or equal to 3, plus j, C out, /n, double quotes open, within double quotes, /n, operator, I operator, within double quotes and double quotes operator, j semicolon. ദെൻ നമ്മൾ രണ്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ഫോർ ലൂപ്പാണ് യൂസ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ആൻ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്. ആദ്യം നമ്മൾ കണ്ടീഷൻ നോക്കേണ്ടത് ഇനീഷ്യൽ വാല്യൂ ഓഫ് I ഈക്വൽ ടു 1. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് ചെക്ക് ചെയ്തു. ട്രൂ ആയതുകൊണ്ട് ഈ കണ്ടീഷനിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. ഇവിടെ എത്തുമ്പോൾ ജെയുടെ വാല്യൂ 1 ആണ്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ ജെയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു. അപ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ എന്താ, /n നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ ലൈൻ, ഒരു പുതിയ ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ /n എന്നുള്ളത്. അപ്പോൾ പുതിയ ലൈനിൽ എന്ത് വരും, 1 and 1 എന്ന് പ്രിൻ്റ് ചെയ്ത് വരും. ദെൻ ജെ ++ ഇങ്ങോട്ടാണ് പോവുക, ജെ ++. അപ്പോൾ ജെയുടെ വാല്യൂ എന്താവും, 1 എന്നുള്ളത് 2 ആയി മാറും. ദെൻ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയതുകൊണ്ട് വീണ്ടും ഈ ലൈനിലേക്ക് വന്നിട്ട് രണ്ടാമത്തെ ലൈനിൽ എന്ത് പ്രിൻ്റ് ചെയ്യും, ആദ്യത്തെ ലൈനിൽ 1 and 1 എന്ന് പ്രിൻ്റ് ചെയ്യും. സെക്കൻഡ് ലൈനിൽ 1 and 2 എന്ന് പ്രിൻ്റ് ചെയ്യും. ദെൻ ജെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 3 ആവും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഇവിടേക്ക് വന്നിട്ട് വീണ്ടും ഇപ്പോഴും ഐയുടെ വാല്യൂക്ക് അവിടെ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ലൈനിൽ 1 and 1 വരും. ദെൻ സെക്കൻഡ് ലൈനിൽ 1 and
2 വരും, ദെൻ 1 ആൻഡ് 3 വരെ ഇപ്പം നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ 3 ലൈൻ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ജെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 4 ആവും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഫോൾസ് ആവുമ്പോൾ എന്ത് പോവും, ഇങ്ങോട്ടാണ് പിന്നെ പോവുക. നമ്മൾ ഐയുടെ ലൂപ്പിലേക്ക് പോയിട്ട് ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 2 ആവും. ഇനി വീണ്ടും 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ വീണ്ടും താഴേക്ക് വരും. വീണ്ടും ജെയുടെ വാല്യൂ അവിടെ 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് ലൈനിൽ 1 ആൻഡ് 1, ദെൻ സെക്കൻഡ് ലൈൻ 1 ആൻഡ് 2, ദെൻ 1 ആൻഡ് 3, ദെൻ ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് 2 ആവും. ദെൻ 2 ആൻഡ് 1, 2 ആൻഡ് 2, 2 ആൻഡ് 3. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും എത്തുമ്പോൾ ഇവിടെ 3 ആവും ഐയുടെ വാല്യൂ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ളത് ഫോൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് നമുക്ക് ചെയ്തു വരാം. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. നമ്മളിന്ന് പറഞ്ഞ ടോപ്പിക്കുകൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലെ രണ്ടാമത്തേതായിട്ട് നമ്മൾ പഠിക്കുന്ന ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് വരുന്നതിനാണ്. റിപ്പീറ്റ് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞത്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ 3 ടൈപ്പാണ് പഠിക്കുന്നത്: ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. ഇതിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് ദി do while loop is an exit control loop, and we discussed about the nesting of loop. That means placing a loop inside the body of another loop. It is called a nesting of loop.